നമസ്കാരം. നമ്മുടെ ഡൽഹിയിലെ രാഷ്ട്രീയ നാടക കമ്പനിയുടെ പുതിയ അംഗം വീണ്ടും അരങ്ങേറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജന്തർ മന്ദറിലെ കോൺഗ്രസിന്റെയും കൂട്ടരുടെയും കിടപ്പും ഇഴയലും കണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ചിരിച്ച് വയ്യാതായതേ ഉള്ളൂ. അപ്പോഴതാ വരുന്നു അടുത്തത്. പാർലമെന്റ് വളപ്പിൽ ബീഹാറിൽ നിന്നുള്ള സ്വതന്ത്ര MP രാജേഷ് രഞ്ജൻ എന്ന പപ്പു യാദവും കൂട്ടരും ചേർന്ന് നടത്തിയ അവിഖ്യാത നാടകം കണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുകയാണ്, ഇതിനൊരു അവസാനമില്ലേ? ആരെ കാണിക്കാനാണ് ഈ പച്ചയായ പ്രഹസനമെന്ന് മനസ്സിലാക്കാൻ വലിയ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി ഒന്നും വേണമെന്നില്ല. കൂടെ തുള്ളാൻ കുറച്ച് കോമരങ്ങൾ ഉള്ളതുകൊണ്ട് എന്തും കാണിക്കാമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. സംഭവം വേറെയൊന്നുമല്ല. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തോ വലിയ അഴിമതി നടന്നെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ പപ്പു യാദവ് സാക്ഷാൽ കാവ്യവസ്ത്രമൊക്കെ അണിഞ്ഞ് ഒരു പൂജാരിയുടെ ഗെറ്റപ്പിൽ വന്ന് പാർലമെന്റിന്റെ മകരദ്വാറിന് മുന്നിൽ ചാടി വീണിരിക്കുകയാണ്. കയ്യിൽ ബാലകരാമ വിഗ്രഹത്തിന്റെ ചിത്രവും വെച്ച് മുന്നിൽ ഭണ്ഡാരപ്പെട്ടിയും വെച്ചുള്ള ഈ കോപ്രായങ്ങൾ കണ്ടാൽ ഏത് സാധാരണക്കാരനും ഒന്ന് പുച്ഛിക്കും. കാരണം ഭണ്ഡാരത്തിൽ വീഴുന്ന പണം നേരെ തൻ്റെ കീശയിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള ആ പ്രതീകാത്മക നാടകം വഴി ഇവർ ആരെയാണ് അപമാനിച്ചത്? കോടാനുകോടി വരുന്ന ഹിന്ദുക്കളുടെയും സനാതന ധർമ്മത്തിന്റെയും മതവികാരങ്ങളെയാണ് ഈ പപ്പുവും കൂട്ടരും പരസ്യമായി ചവിട്ടിയരച്ചത്. ശ്രീരാമന്റെ ചിത്രം പോലും കാൽക്കീഴിൽ വെച്ച് അപമാനിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ മാന്യന്മാരുടെയൊക്കെ രാജ്യസ്നേഹം എവിടെ പോയി ഒളിച്ചു എന്ന് ചോദിക്കാതെ വയ്യ. ഇത്തരം പ്രവർത്തികൾ രാജ്യത്തിന്റെ സംസ്കാരത്തിനും പവിത്രതയ്ക്കുമേറ്റ വലിയൊരു ആഘാതമായാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ഇത് രാജ്യത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ താഴ്ത്തിക്കെട്ടുന്നതിന് തുല്യമാണ്. ഇതിന്റെ പിന്നിൽ സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും സമാജ്വാദി പാർട്ടിയുടെ ഡിംപിൾ യാദവും അവധേഷ് പ്രസാദും ഒക്കെ ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ തമാശ. സ്വന്തം നിലയ്ക്ക് പാർലമെന്റിൽ ഒരു വിഷയവും ഉന്നയിക്കാൻ യോഗ്യതയോ വിവരമോ ഇല്ലാത്തത് കൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും ദിവസവും ഓരോ തെരുവ് നാടകങ്ങളുമായി ഇറങ്ങുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ കാലം തൊട്ട് തുടങ്ങിയ ഈ രാമവിദ്വേഷം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. രാമക്ഷേത്രം വന്ന അന്ന് തൊട്ട് ഇവരുടെയൊക്കെ ഉറക്കം കെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ രാമഭക്തി പടരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കരിവാരിത്തേക്കാൻ കാവ്യവേഷം കെട്ടി നാടകം കളിക്കുന്ന പപ്പു യാദവിനെ പോലുള്ളവരെ എന്താണ് വിളിക്കേണ്ടത്? രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ അവസാന അറ്റമാണിത്. ഈ പപ്പു യാദവ് വെറുമൊരു നടനല്ല, ഇലക്ഷൻ കാലത്ത് മാത്രം വന്ന് വോട്ട് തട്ടാൻ നോക്കുന്ന ഒരു പൊളിറ്റിക്കൽ കോമഡി പീസ് കൂടിയാണ്. സ്വന്തം നാട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഗതിയില്ലാത്തവനാണ് ഡൽഹിയിലെത്തി പാർലമെന്റ് വളപ്പിൽ കാവ്യവസ്ത്രം ധരിച്ച് പൂജാരി ചമയുന്നത്. എന്ത് തരം തൊഴിലില്ലായ്മയാണിത് എന്ന് ഒരേ സ്വരത്തിൽ ആളുകൾ ചോദിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഒത്താശയോടെ ഭണ്ഡാരപ്പെട്ടിയുടെ മുന്നിൽ വന്ന് കാശ് നിക്ഷേപിക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കളുടെ ഗതികേട് കണ്ടോ? സഭയിൽ ചർച്ച ചെയ്യാൻ വിഷയങ്ങളില്ലാത്തത് കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇത്തരം മ്ലേച്ഛമായ തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് ഇവിടുത്തെ സമൂഹം വെറുതെ വിടുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഉയരുന്ന കടുത്ത വിമർശനങ്ങൾ. ഇത്തരം നിലവാരമില്ലാത്ത രാഷ്ട്രീയ നാടകങ്ങൾ രാജ്യത്തിന്റെ മാന്യതയ്ക്ക് ചേർന്നതല്ലെന്ന് സമൂഹം ഉറപ്പിച്ചു പറയുന്നു. രാഹുലിന്റെയും കൂട്ടരുടെയും ഇത്തരത്തിലുള്ള ഓരോ നീക്കങ്ങളും രാജ്യത്തിന്റെ സംസ്കാരത്തെയാണ് അനാദരിക്കുന്നത്. ജനങ്ങൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞു. സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ട പ്രതിപക്ഷ നേതാക്കൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. നിയമനിർമ്മാണ സഭകളെ ഇത്തരം വില കുറഞ്ഞ സമരവേദികളാക്കി മാറ്റുന്നത് ജനാധിപത്യത്തോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. ഇതിനെതിരെ ഇതിനോടകം തന്നെ കടുത്ത പ്രതിഷേധമാണ് രാജ്യത്തുടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ ജഹാംഗീർപുരി പോലീസ് സ്റ്റേഷനിൽ സൂര്യ മൈദിൽ എന്നയാൾ പപ്പു യാദവിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകി കഴിഞ്ഞു. കാവ്യവസ്ത്രത്തെയും ആത്മീയ ചിഹ്നങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും പരസ്യമായി അധിക്ഷേപിച്ച ഈ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. BJP നേതാക്കളായ സാക്ഷി മഹാരാജും അരുൺ ഗോവിലും സുധാംശു ത്രിവേദിയുമെല്ലാം ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. VHPയും മറ്റ് ഹൈന്ദവ സംഘടനകളും ഈ നീചമായ പ്രവൃത്തിയെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത ഈ നാടകത്തിന് കൃത്യമായ മറുപടി വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇവർക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കാനുള്ള ഈ ശ്രമങ്ങളെ നഖശിഖാന്തം എതിർക്കേണ്ടതുണ്ട്. ഇത്തരം നീക്കങ്ങളെ സമൂഹം തിരിച്ചറിയുന്നുണ്ടെന്നതിന്റെ തെളിവാണ് ദിനം പ്രതി ഉയരുന്ന പ്രതിഷേധങ്ങൾ. സനാതന ധർമ്മത്തെ തകർക്കാൻ നോക്കുന്ന ഇത്തരം ശക്തികൾക്ക് മുന്നിൽ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും തലകുനിക്കില്ല. പാർലമെന്റ് എന്നത് രാജ്യത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കുന്ന പവിത്രമായ ഇടമാണ്. അല്ലാതെ ഈ രാഹുലിന്റെയും പപ്പു യാദവിന്റെയും തറ നാടകങ്ങൾ അരങ്ങേറാനുള്ള തിയേറ്റർ അല്ല.
സഭയുടെ അന്തസ്സും പവിത്രതയും കളങ്കപ്പെടുത്തിയ ഈ കോൺഗ്രസ് ഇന്ത്യ മുന്നണി എംപിമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണമെന്നും അവരുടെ അംഗത്വം റദ്ദാക്കണമെന്നുമാണ് രാഷ്ട്രപതിയോടും ലോക്സഭാ സ്പീക്കറോടും ഇപ്പോൾ ഉയരുന്ന പ്രധാന ആവശ്യം. രാമഭക്തരെയും സന്യാസിമാരെയും പരസ്യമായി അധിക്ഷേപിച്ച ഈ കാട്ടുജാതി ഭരണാധികാരികളുടെയും കോമാളികളുടെയും മുഖം മൂടി ജനങ്ങളുടെ മുന്നിൽ ഇതിനോടകം തന്നെ അഴിഞ്ഞു വീണിരിക്കുന്നു. വെറുപ്പിന്റെയും രാമവിദ്വേഷത്തിന്റെയും മാത്രം രാഷ്ട്രീയം കളിക്കുന്ന ഈ സംഘത്തിന് അർഹിക്കുന്ന കനത്ത പ്രഹരം ജനങ്ങൾ നൽകുമെന്നുറപ്പാണ്. ഇത്തരം നിലവാരമില്ലാത്ത രാഷ്ട്രീയ നാടകങ്ങളുമായി ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതുന്ന പപ്പു യാദവിനും രാഹുൽ ഗാന്ധിക്കുമുള്ള ചുട്ട മറുപടിയാകും വരും കാലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. രാജ്യത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്ന ഇത്തരം രാഷ്ട്രീയ കളികൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. വരും നാളുകളിൽ ഇതിനുള്ള ഉചിതമായ മറുപടി ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നാടകങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താൻ ഓരോരുത്തരും തയ്യാറാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഇത്തരം വില കുറഞ്ഞ പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജനം എല്ലാം കാണുന്നുണ്ട്. സമയമാകുമ്പോൾ കൃത്യമായ മറുപടിയും നൽകും. സനാതന ധർമ്മത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ സമൂഹം ഒന്നടങ്കം ശബ്ദമുയർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവും ആത്മീയ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഇത്തരം നീചമായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ കപട മുഖങ്ങളെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വരും കാലങ്ങളിലും ഇത്തരം തന്ത്രങ്ങൾ വിലപോവില്ലെന്ന് മാത്രമല്ല, ജനാധിപത്യപരമായ രീതിയിൽ ഇതിനുള്ള മറുപടി നൽകാൻ ജനങ്ങൾ എപ്പോഴും സജ്ജരുമാണ്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും സഭയുടെ അന്തസ്സിനെയും കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കുമുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായി ഇത്തരം വില കുറഞ്ഞ പ്രകടനങ്ങൾ നടത്തുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങളും നാടകങ്ങളും കൊണ്ട് വോട്ടർമാരെ ഇനി എത്ര കാലം കബളിപ്പിക്കാനാകുമെന്ന് ഇവർ ആത്മപരിശോധന നടത്തേണ്ടതാണ്. സനാതന ധർമ്മത്തിന്റെ പവിത്രത തകർക്കാൻ നോക്കുന്ന ഏത് ശക്തികളെയും നിയമപരമായും ജനകീയമായും നേരിടാൻ സനാതന വിശ്വാസികളും ഹൈന്ദവ സമൂഹവും ഒരേ മനസ്സോടെ മുന്നോട്ട് വരുമെന്ന് ഉറപ്പാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പവിത്രതയെ കെടുത്തിക്കളയാമെന്ന വ്യാമോഹം വെച്ചു പുലർത്തുന്നവർക്കുള്ള ശക്തമായ താക്കീതാകും ജനങ്ങൾ നൽകാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വിധികളും പ്രതിഷേധങ്ങളും. അതിനാൽ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് രാജ്യത്തിന്റെ വികസനത്തിനും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിപക്ഷ നേതാക്കൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനങ്ങൾ ഇവർക്ക് തക്കതായ മറുപടി നൽകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും മാനിച്ചുകൊണ്ട് ജനങ്ങൾ ഈ വിഷയത്തിൽ ഉചിതമായ പ്രതികരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സനാതന ധർമ്മത്തെ വ്രണപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും അണിനിരക്കുക. സത്യവും ധർമ്മവും എപ്പോഴും വിജയിക്കുമെന്നതിൽ സംശയമില്ല. അതിനാൽ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളെ ജനങ്ങൾ എക്കാലത്തും ഒറ്റപ്പെടുത്തുമെന്ന് തീർച്ചയാണ്. ഇത്തരം ജനദ്രോഹ നടപടികളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു രാഷ്ട്രീയ വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.